പറയടാ. എന്താക്കുന്നെ? എന്തൊക്കെയുണ്ട് വർത്താനം? നല്ല വർത്താനം. ഞാനിപ്പോ ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയിരിക്കുന്നു. എന്താ പോയ അവിടെ? അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് വന്നത്. എന്തിനാ പോയെ? ഒന്നുമില്ല, ഞാൻ വെറുതെ മദ്രസ ഉണ്ടായിരുന്നില്ല, 2 ദിവസം ലീവല്ലേ. ഇന്നലെ വ്യാഴാഴ്ച പോയി. വ്യാഴാഴ്ച മദ്രസ വിട്ട് വന്നിട്ട് പോയി. വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഇന്നും മദ്രസ ലീവാ. നാളെ മദ്രസ ഉണ്ട്. വേറെ ആരാണ് നമ്പർ കൊടുത്തത്? ആള് കുറച്ച് നല്ലൊരാളാ, പേടിക്കണൊന്നും വേണ്ട. പേടിക്കാനൊന്നുമില്ല, നല്ല ആളാ. കച്ചറ ടീമിനൊന്നും കൊടുക്കണ്ട, എനിക്ക് അത് ഇഷ്ടമില്ലാത്ത ആളാ. അതൊന്നുമില്ല, ഞാൻ നോക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ. പാവപ്പെട്ട ഒരാളാ. എല്ലാവരും പാവം തന്നെടാ. ആരുമില്ലേ വീട്ടിൽ? കംപ്ലൈന്റ് ആടാ. ആരുമില്ലേ വീട്ടില്? ടി വി ആണ്, ഞാൻ അവിടെ പോയി. പിന്നെന്താ? ഹസ്ബൻഡ് വന്നില്ലേ? വന്നിട്ടില്ല, നാളെ വരും പറഞ്ഞിട്ടുണ്ട്. റെഡി ആയി നിന്നോ? ചില ആൾക്കാർക്ക് ഓരോ ഇതല്ലേ. ഭാഗ്യം, എന്റെ ഹസ്ബൻഡിന്റെ ഭാഗ്യം. അതെ, എന്റെ ഭർത്താവ് പറയേ അയാളുടെ 2ാം ഭാര്യയാണ് ഞാൻ. ഭാര്യയല്ലേ? അതെ, അതിന്റെ ആദ്യത്തെ ഭാര്യ ഇങ്ങനെ, അതായത് ഇവിടുത്തെ എന്റെ അമ്മൂസ കാക്കാൻ്റെ കൂടെ തന്നെ കൂട്ടിയിട്ടേ ഭർത്താവ് ആദ്യം ഗൾഫിലൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് അമ്മൂസ കാക്കാൻ്റെ കൂടെ എന്തൊക്കെ പരിപാടിയൊക്കെ ആയി വന്നിട്ട് അമ്മ കണ്ടിട്ട് വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഡൈവേഴ്സ് ചെയ്തതാണ്. അങ്ങനെ എന്നെ കിട്ടിയതാണ്. എന്റെ ഭർത്താവ് ആദ്യം സ്കൂളിൽ ഗൾഫിൽ തന്നെ ചെയ്തപ്പം എപ്പോഴും ഗൾഫിൽ 2 മാസം ലീവ് വന്നു കഴിഞ്ഞാല് 2 മാസം ലീവ് വരും. അത് കൂട്ടുകാരന്മാരോട് അടിച്ചു പൊളിച്ചു പുറത്തു പോയിട്ട് ആണ് പറഞ്ഞോട് കൂട്ടാന്തരെ കുറിച്ചിരുന്നപ്പം പറഞ്ഞിട്ട് അമ്മയെ അതെങ്ങനെ കണ്ടത്? അമ്മൂശൻ കാക്കയോ? ഏട്ടനിയമായിട്ട് മതിലടാ. ആയിട്ടില്ലേ? ഒരു മോൻ തന്നെ ഉള്ളേ. ഒരു മോൻ ശരിക്കും വാപ്പാനെയും മാനെയും കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരാളും പറയില്ല ആദ്യം മോനെ നമ്മുടെ ഏട്ടനിയമായിട്ട്. അപ്പൊ നീ വേറെ ആരെങ്കിലും കളിച്ചില്ല ഹസ്ബൻഡ് അല്ലാണ്ട്? ആരിപ്പം?